ഹലോ. സോ അപ്പോൾ അടുത്തൊരു കോക്ടെയിൽ വന്നേക്കാണ്. ഇത് നിങ്ങൾ കേട്ട് കാണും, കൈപ്പരീനിയ എന്നാണ് ഇതിൻ്റെ പേര്. സോ ഇറ്റ്സ് ആക്ച്വലി ബേസ്ഡ് ഓൺ എ ബ്രസീലിയൻ റം. അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ആകെ 3 ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. പക്ഷേ സംഭവം ഞാൻ ഇതിനെക്കുറിച്ച് കുറേ കേട്ടിട്ടുണ്ടായിരുന്നു. ഈ ഇടയ്ക്കാണ് ട്രൈ ചെയ്യാൻ പറ്റിയത്. ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇറ്റ്സ് ലൈക്ക് റീസെൻറ്റ് ഫേവറേറ്റ് ഫോർ മീ. സോ ഇതിൻ്റെ പല വേരിയേഷൻസ് ഒക്കെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മിക്കവാറും അടുത്തൊരു കൈപ്പരീനിയുടെ ഒരു വേരിയേഷൻ ആയിരിക്കും മിക്കവാറും അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. ഈസി ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറഞ്ഞ പോലെ. നമുക്ക് ഷുഗർ വേണം. സോ ഞാൻ ബേസിക്കലി യൂസ് ചെയ്യുന്നത് ഷുഗർ ക്യൂബ്സ് ആണ്. ആൻഡ് ദെൻ ബേസിക്കലി നമുക്ക് വേണ്ടതൊരു ഹാഫ് ലൈം പീസ് ആണ്. പക്ഷേ അതിനെ നമ്മൾ സ്ലൈസ് ചെയ്യും. സോ അത് ഞാൻ ഓൾറെഡി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ നമ്മുടെ മെയിൻ ഐറ്റം ഇതാണ്. കഷാസ എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ പറഞ്ഞ പോലെ ബ്രസീലിയൻ റമ്മാണ്. സോ ഞാൻ റീസെൻ്റ്ലി ഈ ബ്രാൻഡാണ് ട്രൈ ചെയ്തത്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ സംഭവം തന്നെയായിരുന്നു. ഇറ്റ്സ് ബേസിക്കലി എ ഷുഗർ കെയിൻ ബേസ്ഡ് റം, പക്ഷേ ദേ ഹാവ് എ ഹെർബൽ ടേസ്റ്റ് ഒക്കെ. സോ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഇതിന്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷുഗർ ക്യൂബ്സ് ആഡ് ചെയ്യും. ബേസിക്കലി 2 ടീസ്പൂൺ ഷുഗറാണ് വേണ്ടത്. സോ അതിന് പകരം ഞാൻ 2 ഷുഗർ ക്യൂബ്സ് ഇടും. ആൻഡ് ദെൻ നെക്സ്റ്റ് നമ്മൾ ലൈംസ് ആഡ് ചെയ്യും. സോ ഞാൻ പറഞ്ഞ പോലെ എല്ലാം വെഡ്ജസ് ആയിട്ട് വെച്ചേക്കാണ്. സോ ആ വെഡ്ജസ് എല്ലാം അതിൻ്റെ ബോട്ടം പാർട്ട് ഷുഗറിൻ്റെ മേലെ വരുന്ന പോലെ വേണം. കാരണം നമ്മളതിന് സ്മാഷ് ചെയ്യും. സോ അതിൻ്റെ ആ ജ്യൂസസ് ഒക്കെ ഷുഗറിലോട്ട് നല്ലോണം മിക്സ് ആവാനായിട്ട്. നമ്മൾ ഓവറായിട്ട് സ്മാഷ് ചെയ്യാൻ പോകരുത്. ബിക്കോസ് അതിൻ്റെ ആ തൊലിയുടെ ആ ഒരു കയ്പ്പ് ജസ്റ്റ് ചിലപ്പോൾ ഇറങ്ങിപ്പോവും. അതുകൊണ്ട് ജസ്റ്റ് ആ നീര് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്മാഷിങ് മതി. സോ അത് കഴിഞ്ഞ് ബേസിക്കലി നമ്മൾ കഷാസ ആഡ് ചെയ്യും. So I'm gonna add 2.5 ounces of cachaça. സോ ഞാൻ പറഞ്ഞ പോലെ 3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഇനി നമ്മൾ ജസ്റ്റ് ഐസ് ആഡ് ചെയ്ത് നല്ലപോലെ ഷേക്ക് ചെയ്തെടുത്തിട്ട് ഇത് അതേപോലെ തന്നെ ഡംപ് ചെയ്യും നമ്മുടെ ഗ്ലാസ്സിലോട്ട്. സ്മോളർ ഐസാണ് ആഡ് ചെയ്യണേ. ഇനിയിപ്പോൾ ഷേക്ക് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞ നമ്മൾ നേരെ ഗ്ലാസ്സിലോട്ട് ഡംപ് ചെയ്യാണ്. ഇത് കണ്ടോ, ഇതുപോലെ ഐറ്റംസ് എല്ലാം നമ്മുടെ നാരങ്ങയുടെ തൊലിയും എല്ലാം കൂടെ മിക്സ് ആയിട്ട് തന്നെ ഇതിനകത്ത് കിടക്കും. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. സംഭവം നൈസാണ്. അത് ഷുഗർ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാം. എനിക്ക് ഇത്രയും ഷുഗറാണ് ഇഷ്ടം. ചിലവർ 1 ക്യൂബ് മാത്രം യൂസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ ചിലവർ ഫുൾ ലൈം എടുക്കുന്നവരുണ്ട്. സോ എനിക്ക് ഈ ഒരു പ്രൊപ്പോർഷനാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷെ നിങ്ങൾക്ക് അതിനെ ജസ്റ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഏത് റേഷ്യോ ആണ് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാം. പക്ഷേ കഷാസയുടെ ടേസ്റ്റ് അടിപൊളിയാണ്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കഷാസ ചിലപ്പോൾ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളുടെ ഏരിയയിലേക്ക് ഉണ്ടോയെന്ന് നോക്കി നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഈ ബ്രാൻഡാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. അത്രേ ഉള്ളൂ. ഇറ്റ്സ് എ ക്ലാസിക് കൈപ്പരീനിയ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഐ വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ.